നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ലക്ഷ്മി. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ആർത്തവവിരാമത്തിന് ശേഷമുള്ള രക്തസ്രാവം അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് എന്ന വിഷയത്തിനെ കുറിച്ചാണ്. നാൽപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് ഒരു വർഷത്തോളം ആർത്തവം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആർത്തവവിരാമമായിട്ട് കണക്കാക്കാം. അതിനുശേഷം അപ്രതീക്ഷിതമായിട്ട് ഒരു ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒരു 10% പേടിക്കേണ്ട കാരണങ്ങളാണ്, പക്ഷേ ഒരു 90% പേടിക്കേണ്ടാത്ത കാരണങ്ങളുണ്ട്. 90%-നകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഒന്ന്, ഗർഭാശയത്തിലോ ഗർഭാശയ മുഖത്തോ വരുന്ന അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗർഭാശയ മുഖത്ത് വരുന്ന ദശകളായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹോർമോൺസിലുണ്ടാകുന്ന വ്യതിയാനം കാരണം ഗർഭാശയത്തിൻ്റെ ഉൾഭിത്തിയിൽ കനം കുറഞ്ഞിട്ട് അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞിട്ട് രക്തക്കൊഴലുകൾ പുറത്തോട്ട് തള്ളി വന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നതും ആയിരിക്കാം. ഇങ്ങനെ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഗർഭപാത്രത്തിൻ്റെ സൈസ് അല്ലെങ്കിൽ വലിപ്പം എത്രയാണെന്നുള്ളത് മനസ്സിലാക്കും. പിന്നെ ഗർഭാശയ മുഖത്ത് എന്തെങ്കിലും ദശകളുണ്ടോ എന്ന് പരിശോധിക്കും. അത് ഉള്ളു പരിശോധനയിലൂടെ മനസ്സിലാവുന്നതാണ്. പിന്നെ ചെയ്യേണ്ടത് ഒരു ട്രാൻസ് വജൈനൽ സ്കാനിങ്, അതായത് യോനിയിലൂടെയുള്ളൊരു സ്കാനിങ് ആണ്. ആ സ്കാനിങ്ങിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെ ഭിത്തിയുടെ തിക്നെസ് അല്ലെങ്കിൽ കട്ടി എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊരു 4.5 മില്ലിമീറ്ററിന് താഴെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. പേഷ്യൻറ്റിനെ ഒന്ന് സമാധാനിപ്പിച്ച് അല്ലെങ്കിൽ റിയഷർ ചെയ്ത് വിട്ടാൽ മാത്രം മതി. പിന്നീട് ഇതുപോലെ എന്തെങ്കിലും ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം തിരിച്ചു വന്ന് വീണ്ടും ഒരു സ്കാനിങ്ങും ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തിയിലെ തിക്നെസ്സൊക്കെ നോക്കിയാൽ മാത്രം മതിയാവും. ആ പേഷ്യൻസിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഇല്ല. മറിച്ച് ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ തിക്നെസ് 4.5 മില്ലിമീറ്ററിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ആ ഗർഭാശയത്തിലെ കോശങ്ങൾ ബയോപ്സി എടുത്ത് പരിശോധിക്കണം. പേടിക്കേണ്ട കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബയോപ്സി എടുക്കുന്നതിന് 3 മെത്തേഡാണുള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഹിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത് ഗർഭാശയത്തിൽ വെള്ളം നിറച്ചിട്ട് ലൈറ്റ് അടിച്ച് അതിന് കണ്ടുകൊണ്ട് ഉള്ളിലെ കോശങ്ങളെ എടുക്കുന്ന രീതിയാണ്. അത് രണ്ടാമത്തെ മെത്തേഡ് ഡി ആൻഡ് സി എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ കൊടുത്ത് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അത് ഈ ഗർഭാശയമുഖം വികസിപ്പിച്ചിട്ട് ഉള്ളിൽ നിന്ന് കോശങ്ങളെ ചുരണ്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തതും ഏറ്റവും ലളിതമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ആസ്പിറേഷനാണ്. ആസ്പിറേഷനിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്ട്രോയേക്കാളും കനം കുറഞ്ഞ ചെറുതായിട്ടുള്ള ഒരു ട്യൂബ് യൂട്രസിലോട്ട് കടത്തിവിടും. അതിനകത്തൊരു സിറിഞ്ച് കടത്തിയിട്ട് യൂട്രസിൻ്റെ ഉൾഭിത്തിയിലെ കോശങ്ങളെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ബയോപ്സിക്ക് അയക്കുക. ബയോപ്സിയുടെ റിപ്പോർട്ട് ഒരാഴ്ചയാകുമ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നതാണ്. റിപ്പോർട്ടിൽ പേടിക്കേണ്ട കാരണങ്ങളൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ റിയഷർ ചെയ്ത് പറഞ്ഞു വിടാം. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ചിലപ്പോൾ ഒരു ഹോർമോണൽ ടാബ്ലറ്റ്സ് എന്തെങ്കിലും കൊടുത്ത് വിടാറുണ്ട്. അതല്ല, പേടിക്കേണ്ട കാരണങ്ങളാണ്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഗർഭാശയം അണ്ഡാശയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ മൊത്തത്തിൽ റിമൂവ് ചെയ്യേണ്ട സർജറി ചെയ്ത് വിപുലമായിട്ടൊരു സർജറി അവിടെ ആവശ്യമായിട്ട് വരും. അപ്പം പറഞ്ഞു വരുന്നത്, ആർത്തവവിരാമത്തിന് ശേഷം ഒരു ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ കണ്ടു കഴിഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ട് കാണാതെ ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക.